ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി മീൻ ഊഞ്ഞാല് കെട്ടി ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഇത് നല്ല നാടൻ രീതിയിലുള്ള കേരള രീതിയിലുള്ള സ്പൈസസ് വെച്ചിട്ടാണ് ഇതിനുള്ള മാരിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 50 ഗ്രാം വറ്റൽമുളക് കശ്മീരി റെഡ് ചില്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്, ഇത് തൊലികൾ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മാങ്ങ ഇഞ്ചിയാണ്, ഇത് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അതും ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ളത്. അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട്. ചെറിയ വെളുത്തുള്ളികളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 4-5 പച്ചമുളക് നമ്മുടെ സ്പൈസിനെസ്സിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം, ഏകദേശം 1 ടേബിൾ സ്പൂണോളം. അത് നിങ്ങളുടെ സ്പൈസിനെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പേസ്റ്റ് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വിനേഗറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് ആ മുളകിൻ്റെ അല്ലികളൊക്കെ ബാക്കിയുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാടൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മുടെ മീനിലേക്ക് നമ്മൾ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അയക്കൂരയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു 3 കിലോ ഏകദേശം വലിപ്പമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, ഒരു ചെറിയ സവാളയാണ് ഈ മുഴുവൻ മീനിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്ത് അതും ജസ്റ്റ് ഒരു പിടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒരു 3-4 തണ്ട് ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മീനിൻ്റെ ഈ ഒരു സൈഡിൽ ചെയ്യുന്നത്. ഈ സെയിം കാര്യങ്ങൾ നമുക്ക് അടുത്ത സൈഡിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ഞാൻ മീനിൽ നല്ല ഇടയ്ക്കിടയ്ക്കായിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അകത്ത് വരെ എത്തുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മസാല ഈ ഒരു സൈഡിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ ആദ്യത്തെ സൈഡിൽ എന്തൊക്കെയാണോ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ മല്ലിയില, അതുപോലെ കറിവേപ്പിലയും ഒരു 3-4 തണ്ട് ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്തേണ്ടതുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്ത വാഴയിലയിൽ വെച്ചിട്ടാണ് ഓൾറെഡി എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വാഴയില നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ വാഴയിലയെ നമുക്കൊരു അലുമിനിയം ഫോയിലിൻ്റെ മുകളിലോട്ട് മാറ്റാം. അതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതിനൊന്ന് റാപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള അത്രയും അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യാം. കാരണം നമ്മൾ തീൻ്റെ മുകളിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോയിൽ കുറച്ചൊന്ന് കരിഞ്ഞു പോകാനും കത്തി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 ലെയറിൽ വരുന്ന രീതിയിൽ നമ്മൾ ഫോയിൽ വെച്ച് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡ് കവർ ചെയ്തു, അതുപോലെ രണ്ടാമത്തെ സൈഡും ഒന്ന് ടൈറ്റായിട്ട് തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ മീനിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ ഈ ഒരു ഫോയിൽ പേപ്പറിന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു 2 സൈഡിൽ നിന്നും നമ്മൾ ലെങ്ത് വൈസ് ഇതിനെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഫോയിൽ പേപ്പർ ഓപ്പണായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ഫിഷിൻ്റെ ഷേപ്പിലോട്ട് ഈ ഒരു ഫോയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നമ്മൾ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കാണാൻ വീഡിയോയിൽ എങ്ങനത്തെ രീതിയിലാണ് ഞാൻ ആ ഒരു ഊഞ്ഞാല് റെഡിയാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇതിനുള്ള മരത്തിൻ്റെ പീസ് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതിനെ തീ പിടിക്കാണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മീനിനെ ഏകദേശം ഈ ഒരു രീതിയിൽ നല്ല ഫ്ലെയിമിൽ വെച്ച് 1 മണിക്കൂറോളം നമ്മളിതിനെ ഗ്രില്ല് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടൈം കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ചെറുതായിട്ടൊന്ന് എടുത്ത് ആ ഒരു കനലായതിന് ശേഷം ആ കനലിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുത്താൽ മതി. നമ്മൾ ഫോയിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മീൻ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഫിഷ് എങ്ങനെയാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇത് നമ്മൾ ഈ ഊഞ്ഞാലിൻ്റെ മുകളിൽ നിന്ന് ഫിഷ് എടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ കൈ പൊളിപ്പോവാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്ന് കെയർ ചെയ്തിട്ട് മാത്രമേ ചെയ്യാം. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ ആ ഒരു മെറ്റലിൻ്റെ ഒരു സ്ട്രിങ്ങൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നല്ല ചൂടോടെ കൂടി തന്നെ ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊരു സിസേഴ്സ് വെച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാം എത്രമാത്രം നല്ല സോഫ്റ്റായിട്ട് മുഴുവനായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വാഴയിലൊക്കെ കെട്ടിയിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഈ മീനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.